യൂണിഫോമിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിന് പോലീസ് സംരക്ഷണം അനുവദിച്ച് ഹൈക്കോടതി. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി സ്കൂൾ അധികൃതർ നൽകിയ ഹർജിയിലാണ് നടപടി. ഹിജാബുമായി ബന്ധപ്പെട്ട് മതമൗലികവാദികളുടെ ഭീഷണി മൂലം സ്കൂൾ അടച്ചിട്ടിരുന്നു. ഒക്ടോബർ 7-ന് സ്കൂളിലെ ഒരു വിദ്യാർത്ഥി യൂണിഫോമിൽ അനുവദിക്കാത്ത രീതിയിൽ ഹിജാബ് ധരിച്ചു വന്നതാണ് തർക്കത്തിന് കാരണമായത്. ശിരോവസ്ത്രം അനുവദിക്കാനാവില്ലെന്ന് അറിയിച്ചെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് തുടരുകയായിരുന്നു. കുട്ടിയുടെ പിതാവ് മറ്റാളുകളെയും കൂട്ടിയെത്തി സ്കൂളിൽ ബഹളമുണ്ടാക്കുകയും ചെയ്തെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന പറഞ്ഞു. സ്കൂൾ പ്രവേശന സമയത്ത് തന്നെ യൂണിഫോമുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നുവെന്ന് സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി 4 മാസം മുമ്പാണ് സ്കൂളിൽ പ്രവേശനം നേടിയത്. സ്കൂളിന്റെ നിയമപ്രകാരം നിശ്ചിത യൂണിഫോമിറ്റി നിലനിർത്തുക എന്നത് മാനേജ്മെന്റിന്റെ പൊതുവായ തീരുമാനമാണ്. 30 വർഷമായി കുട്ടികളും രക്ഷിതാക്കളും അത് അംഗീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പ്രവേശന സമയത്ത് തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇതുവരെ യാതൊരു കംപ്ലൈൻറ്റും ആരും പറഞ്ഞിട്ടില്ല. സ്കൂളിൻ്റെ നിയമം അനുശാസിക്കുന്ന യൂണിഫോം ധരിച്ചാണ് 4 മാസവും കുട്ടി വന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുട്ടി ഹിജാബ് ഇട്ട് വന്നപ്പോൾ പാരൻറ്റിനെ വിളിച്ചു. അന്ന് 1.5 മണിക്കൂറിന് ശേഷം വിളിക്കാം എന്നാണ് പാരൻറ്റ് പറഞ്ഞത്. എന്നാൽ വിളിച്ചില്ല. അടുത്ത ദിവസവും കുട്ടി ലീവായിരുന്നു. പിന്നീട് കുട്ടി വന്നത് ഹിജാബ് ധരിച്ചായിരുന്നു. തുടർന്ന് പാരൻസിനെ വിളിപ്പിച്ചു. സ്കൂളിൻ്റെ നിയമം അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പാരൻറ്റ് പറയുന്നത്. അതിനുശേഷമാണ് മറ്റുള്ളവർ എത്തുന്നത്. ഇതോടെ സ്കൂളിൻ്റെ പഠനത്തെ ബാധിക്കുന്ന തരത്തിലായ സ്ഥിതി. കുട്ടികൾക്കും അധ്യാപകർക്കും ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു.